നമസ്കാരം. നമുക്കേറെ ഭയമുള്ള എന്നാൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ സജീവമായി ഇടപെടുന്ന പാമ്പുകളെക്കുറിച്ചുള്ള അറിവാണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. നമുക്ക് അറിയാം, ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകളെന്ന്. 30 കുടുംബങ്ങളും അതിലേറെ ഉപകുടുംബങ്ങളുമുള്ള പാമ്പുകളുടെ ലോകം അതിവിശാലമാണ് കേട്ടോ. 2024 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്താകമാനമായി 520 ജനുസുകളിലായി 3971 ഇനം പാമ്പുകളുണ്ട്. അതിൽ വെറും 600 ഇനങ്ങൾക്ക് മാത്രമാണ് വിഷമുള്ളതെന്നറിയുമ്പോൾ അല്പം ആശ്വസിക്കാം. കാരണം അത്ര ഇനങ്ങളെ പേടിച്ചാൽ മതിയല്ലോ. നമ്മുടെ രാജ്യത്ത് 300ഓളം ഇനം പാമ്പുകളുണ്ട്. കേരളത്തിലുമുണ്ട് 100ഓളം ജാതികൾ. വിഷമില്ലാത്ത റെറ്റിക്കുലേറ്റഡ് പൈത്തണാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പ്. രാജവെമ്പാലാണ് ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പ്. എന്നാൽ ഏറ്റവും കൂടുതൽ വിഷവീര്യമുള്ള പാമ്പ് ഓസ്ട്രേലിയയിലെ ഇൻലാൻഡ് തൈപ്പനാണ്. ആഫ്രിക്കയിലുള്ള ബ്ലാക്ക് മാമ്പയാണ് ഏറ്റവും വേഗതയേറിയ വിഷപ്പാമ്പ്. ലോകത്തിൽ ഏറ്റവും ഭാരം കൂടിയ പാമ്പാണ് ഗ്രീൻ അനാക്കോണ്ട. ഏതാണ്ട് 227 കിലോഗ്രാം ഭാരമുണ്ട് അതിന്. കരീബിയൻ ഐലൻഡിൽ കാണുന്ന ബാർബഡോസ് ത്രെഡ് സ്നേക്കാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ്. ജന്തുക്കളിൽ വല്ലപ്പോഴും ആഹാരം കഴിക്കുന്നവരാണ് പാമ്പുകൾ. മാംസഭുക്കുകളായ ഇവയ്ക്ക് തവള, എലി, ചെറുപക്ഷികൾ, മുട്ട എന്നിവയാണ് പ്രധാന ഭക്ഷണം. നല്ല ഘ്രാണശക്തിയുള്ള നാക്ക് കൊണ്ടാണ് പാമ്പുകൾ ഇരയുടെ ഗന്ധം മനസ്സിലാക്കുന്നത്. ഞെരുക്കിയും വിഷം കുത്തിവെച്ച് മയക്കിയുമാണ് പാമ്പുകൾ ഇരകളെ ഭക്ഷിക്കുന്നത്. ഊർജോൽപാദക പ്രവർത്തനം, അതായത് മെറ്റബോളിസത്തിന്റെ നിരക്ക് കുറവായതിനാൽ ആഹാരമില്ലാതെയും മാസങ്ങളോളം ജീവിക്കാനാകുമെന്നതാണ് പാമ്പുകളുടെ പ്രത്യേകത. അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ ഒരു എലിയെ ദഹിപ്പിക്കാൻ പാമ്പിന് വേണ്ടത് പരമാവധി 3 ദിവസമാണ്. എന്നാൽ മാനിനെ വിഴുങ്ങിയ പെരുമ്പാമ്പ് അതിന് ദഹിപ്പിക്കാൻ ആഴ്ചകളോളം എടുക്കും. പ്രജനനകാലം അടുക്കുമ്പോൾ പെൺപാമ്പുകൾക്ക് വിശപ്പ് കൂടുകയും ചെയ്യും. തന്നേക്കാൾ വലിയ ഇരകളെ വിഴുങ്ങാനുള്ള കഴിവ് പാമ്പുകൾക്ക് മാത്രമേ ഉള്ളൂ. വഴക്കമുള്ള താടിയിലാണ് അതിന് കാരണം. നമ്മുടെയൊക്കെ താടിയിൽ നിന്ന് വ്യത്യസ്തമാണ് അവയുടെ താടിയലിൻ്റെ ഘടന. അതായത് പാമ്പിൻ്റെ താടിയെല്ല് കവിളിലെ എല്ലുമായി ബന്ധിപ്പിച്ചിട്ടില്ല. വെറുമൊരു ഇലാസ്റ്റിക് ലിഗമെൻറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 2 വ്യത്യസ്ത അസ്ഥികൾ കൊണ്ടാണ് പാമ്പുകളുടെ കീഴ്ത്താടിയെ നിർമ്മിച്ചിരിക്കുന്നത്. താടിയിൽ നീട്ടാനും നല്ല വീതിയിൽ തുറക്കാനും അതുവഴി അതിൻ്റെ തലയേക്കാൾ വലിയ ഇരയെ വിഴുങ്ങാനും അതിന് കഴിയുന്നു. മാത്രമല്ല, പാമ്പിൻ്റെ തലയോട്ടിയിലെ അസ്ഥികൾ ഫ്ലെക്സിബിൾ ആയതും വലിയ ഇരയെ ഉൾക്കൊള്ളാൻ സഹായിക്കുന്നുണ്ട്. വായിൽ കൊണ്ട ഇര രക്ഷപ്പെടാതിരിക്കാൻ പിന്നിലേക്ക് വളഞ്ഞിരിക്കുന്ന പല്ലുകളും സഹായിക്കുന്നുണ്ട്. തൊലി ഇലാസ്റ്റിക് ആയതുകൊണ്ട് വലിയ ഇരയെ കൊള്ളാനും പാമ്പിനെ സഹായിക്കുന്നു. ഇര എത്ര വലുതായാലും സാരമില്ല, ശക്തിയേറിയ എൻസൈമുകൾ സാവധാനത്തിലും കാര്യക്ഷമമായും അതിനെ ദഹിപ്പിക്കും. വലിയ ഇരയെ വിഴുങ്ങുന്നത് കൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ദഹിക്കാൻ ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങളോ എടുക്കും. അതുകൊണ്ട് എന്നും ഇര തേടി ഇറങ്ങേണ്ട ആവശ്യം പാമ്പുകൾക്കില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പാമ്പിൻ്റെ സാന്നിധ്യം അറിയുന്നത് അതിൻ്റെ ചട്ട, അതായത് പഴയ തൊലി കാണുമ്പോഴാണ്. മാത്രമല്ല, പാമ്പിൻ്റെ ചട്ട കണ്ടാൽ ചെറിയൊരു ഉൾഭയത്തോടെ നമ്മൾ നോക്കി പോവുകയും ചെയ്യും. പാമ്പ് പരിസരത്ത് എവിടെയോ ഉണ്ടെന്നതിൻ്റെ തെളിവാണത്. പടം പൊഴിക്കുന്നതെന്നോ ചട്ട ഊരുന്നതെന്നോ ഉറ ഊരുന്നതെന്നോ ഒക്കെ പറയുന്ന ഈ പ്രതിഭാസം വർഷത്തിൽ 2-3 തവണ നടക്കാറുണ്ട്. പഴകിയ സ്വന്തം തൊലി പൊഴിച്ചു കളയുന്ന പ്രതിഭാസത്തെയാണ് മോൾട്ടിംഗ് അഥവാ പടം പൊഴിക്കുന്നതെന്ന് പറയുന്നത്. പടം പൊഴിക്കുന്നതിന് മുമ്പ് പാമ്പുകൾ പൊതുവെ ഉദാസീനത കാണിക്കും. അതായത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങി അടങ്ങിയിരിക്കും. ആ സമയത്ത് തൊലിയും ഏതാണ്ട് നിറം കെട്ടിരിക്കും. കണ്ണുകളും അതുപോലെ മങ്ങിയും നീല നിറത്തിലുമായിരിക്കും കാണുക. പടം പൊഴിച്ചു കഴിഞ്ഞാൽ കണ്ണുകൾ തെളിയുകയും തൊലി തിളക്കമുള്ളതാവുകയും ചെയ്യും. സാധാരണയായി കല്ലുകൾക്കിടയിൽ ഞെരുങ്ങിയോ ചെറിയ മാളത്തിലൂടെ ഞെരുങ്ങി കയറിയോ ഒക്കെയാണ് ഏതാണ്ട് പൊളിഞ്ഞു തുടങ്ങിയ തൊലി ഊരിക്കളയുന്നത്. പൊളിഞ്ഞു തുടങ്ങിയ തൊലിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെള്ളുകളോ മറ്റു പരാതങ്ങളോ ഉണ്ടാക്കുന്ന ചൊറിച്ചിലും ദേഹത്തെ കല്ലോ മറ്റോ ഉറച്ച വസ്തുക്കളിലോ ഉറച്ച് പഴയ തൊലി കളയാൻ സഹായിക്കുന്നുണ്ട്. ശരിക്കും എന്തിനാണ് പാമ്പ് പടം പൊഴിക്കുന്നത്? സത്യത്തിൽ പാമ്പ് വളരുന്നതിനൊപ്പം അതിൻ്റെ പുറം തൊലി വികസിക്കുന്നില്ല, അല്ലെങ്കിൽ വളരുന്നില്ല. അതുകൊണ്ടാണ് പഴയതും ഇറുകിയതുമായ ചർമ്മം പൊഴിച്ചു കളയുന്നത്. പഴയ ചർമ്മം ഊരിക്കളയുന്നതിലൂടെ പാമ്പിന് നല്ല തിളക്കമുള്ള പുതിയ തൊലിയും ആരോഗ്യവും യുവത്വവും കിട്ടുന്നു. പുത്തൻ ഉടുപ്പിടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഉന്മേഷമുണ്ടല്ലോ, അതുപോലെ. മാത്രമല്ല, നല്ല തിളക്കമുള്ള തൊലി ഇണയെ ആകർഷിക്കാനും അവയെ സഹായിക്കുന്നു. കാലില്ലാത്ത ഉരകങ്ങളാണല്ലോ പാമ്പുകൾ. പക്ഷേ അവയുടെ പൂർവികർക്ക് കാലുണ്ടായിരുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പരിണാമ പ്രക്രിയയിലൂടെയാണ് അവയുടെ കാലുകൾ നഷ്ടപ്പെട്ടത്. എന്നാൽ പെരുമ്പാമ്പ്, ബോവ എന്നിവയ്ക്ക് കാലുകളുള്ള പൂർവികരെ ഓർമ്മപ്പെടുത്തും വിധം കാലുകളുടെ ലോപിച്ച അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ പോട്ടെ, കാലില്ലെങ്കിൽ എന്താ? അവയുടെ സഞ്ചാരം, അവയുടെ ചലനം അപാരമാണ് കേട്ടോ. എത്ര വേഗതയിലാണ് പാമ്പുകൾ നമ്മുടെ കണ്ണുകളിൽ നിന്ന് മിന്നിമറയുന്നത്. അതായത് കണ്ണടച്ച് തുറക്കും മുമ്പേ അവ ഓടി കളിക്കും. പക്ഷെ ഒരു കാര്യം, സഞ്ചാരപഥം റഫ് ആൻഡ് ടഫ് ആയിരിക്കണം, അല്ലെങ്കിൽ ഓട്ടം ഇച്ചിരി കടുക്കും. ശൽക്കങ്ങളോട് കൂടിയ പുറന്തൊലിയും ശരീരത്തിലെ കശേരുക്കളും അനുബന്ധ പേശികളുമാണ് പാമ്പുകളെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. സർപ്പിള ചലനം, നേർരേഖാചലനം, വലിഞ്ഞു നീങ്ങൽ, പാർശ്വചലനം എന്നിങ്ങനെ 4 തരം ചലനങ്ങളാണ് പാമ്പുകൾ കാണിക്കുന്നത്. അവറ്റകൾ സഞ്ചരിക്കുന്നിടത്ത് നല്ല ഘർഷണം വേണം. ഘർഷണം കൂടാതെ പാമ്പുകൾക്ക് ചലിക്കാനാവില്ല. അതുകൊണ്ടാണ് ഘർഷണരഹിതമായ തറകളിലൂടെ, അതായത് ടൈൽസ് ഇട്ട മിനുസുമാർന്ന പ്രതലത്തിൽ അവയ്ക്ക് ഇഴയാനാകാതെ തെന്നി പോകുന്നത്. നമുക്കിടയിൽ ഏറെ തെറ്റിദ്ധാരണ പരത്തിയിട്ടുള്ള ഒന്നാണ് പാമ്പുകളുടെ
ഇണചേരൽ. രണ്ട് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട പാമ്പുകളാണല്ലോ മൂർഖനും ചേരയും. എന്നാൽ മൂർഖൻ ആണും ചേര പെണ്ണെന്നും വിചാരിക്കുന്നവർ നമുക്കിടയിലുണ്ട്. അവ തമ്മിൽ ഇണചേരുമെന്ന് വിശ്വസിക്കുന്നവരും ധാരാളമുണ്ട്. അത് തെറ്റായ വിശ്വാസമാണ്. കാരണം ഒരേ ഇനത്തിൽപ്പെട്ട പാമ്പുകളെ തമ്മിൽ ഇണചേരുകയുള്ളൂ. ഇണചേരുന്ന സമയത്ത് പാമ്പുകൾ തമ്മിൽ പിണഞ്ഞ് തല ഉയർത്തി നിൽക്കും, അതും വളരെ ശാന്തരായി. തുടർന്ന് ചേർന്ന് കിടന്ന് വാൽഭാഗം മാത്രം ഒന്നോ രണ്ടോ വട്ടം ചേർത്ത് വെച്ച് വിസർജ്യ ദ്വാരങ്ങൾ കൂട്ടിമുട്ടിക്കും. ആൺപാമ്പ് പെൺപാമ്പിന്റെ ശരീരത്തിന് മുകളിൽ തലയോ ശരീരമോ ഉരസി ലൈംഗികമായി ഉണർത്തിയെടുക്കുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ഇണചേരൽ കാലത്ത് പെൺപാമ്പുകളുടെ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഫിറോമോണിന്റെ മണം വളരെ ദൂരെ നിന്ന് പോലും ആൺപാമ്പുകൾ അനുഭവിക്കുകയും പെൺപാമ്പിനടുത്തേക്ക് ഓടിയെത്തുകയും മൈഥുനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. മിക്ക പാമ്പുകളും മുട്ടയിട്ടാണ് വംശം വർദ്ധിപ്പിക്കുന്നത്. അവയെ ഓവിപാരസ് എന്നാണ് പറയുന്നത്. പാമ്പുകളിൽ 70% ഓവിപാരസ് ആണ്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പാമ്പുകളുമുണ്ട്. അമ്മയുടെ ഉള്ളിലായിരിക്കുമ്പോൾ മറുപിള്ളയ്ക്ക് സമാനമായ ഒരു അവയവത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് പോഷകങ്ങൾ കിട്ടുന്നു. വിവിപാരസ് എന്നാണ് ഇതിനെ അറിയുന്നത്. അണലികൾ, ചില കടൽ പാമ്പുകൾ എന്നിവ ഈ വിഭാഗത്തിൽപ്പെട്ടവയാണ്. ഇനി മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടതിനെ ഓവോ വിവിപാരസ് എന്ന് പറയും. ഈ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ മുട്ടയിടുന്നതിന് പകരം വിരിയുന്നതുവരെ ശരീരത്തിൽ സൂക്ഷിക്കും. ഒടുവിൽ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരും. അമേരിക്കയിൽ കാണുന്ന ഗാർട്ടർ പാമ്പ്, റാറ്റിൽ സ്നേക്ക് എന്നിവ ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. പാമ്പുകൾക്കിടയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്കിടയിലെ അധികാരപരിധി. ഒരു പാമ്പിന് താമസിക്കാൻ ഒരു പ്രത്യേക ഇടം, അതായത് പ്രവിശ്യ ഉണ്ടായിരിക്കും. അവിടുത്തെ അധിപതി മാത്രമല്ല, ഏകാധിപതി കൂടിയായിരിക്കും ആ പാമ്പ്. അവിടേക്ക് ആണുങ്ങൾ ആരെങ്കിലും കടന്നു വന്നാൽ അവർ തമ്മിൽ കട്ടയ്ക്ക് പൊരുതും. ഇരുവരും ചുറ്റിപ്പിണഞ്ഞ് ആവുന്നത്ര തല ഉയർത്തി നിന്ന് പോരാടും. ആരുടെ തലയാണ് ആദ്യം നിലത്ത് മുട്ടുന്നത് അയാൾ തോൽക്കും. അതാണ് നിയമം. മാത്രമല്ല, തോൽക്കുന്നവൻ പ്രവിശ്യ വിട്ട് പുതിയൊരു താമസ സ്ഥലം തേടി പോവുകയും വേണം. ഈ പ്രവിശ്യ യുദ്ധത്തെയാണ് നാം പലപ്പോഴും പാമ്പിന്റെ ഇണചേരലെന്ന് തെറ്റിദ്ധരിക്കുന്നത്. ആ രംഗം കണ്ടാൽ കാണുന്നവന്റെ കണ്ണ് പൊട്ടുമെന്നോ മൈലുകളോളം പിന്തുടർന്നെത്തി കണ്ട ആളിനെ പാമ്പ് കൊത്തുമെന്നോ ഒക്കെയുള്ള അന്ധവിശ്വാസവും നമുക്കിടയിലുണ്ട്. മറ്റൊരു രസകരമായ കാര്യം കൂടി പറയാം. പാമ്പുകൾക്ക് മൂത്രസഞ്ചിയില്ല. ശരീരത്തിൽ നിന്നും ജലനഷ്ടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു അനുകൂലമാണിത്. അവ വിസർജിക്കുമ്പോൾ ഒരുതരം രൂക്ഷഗന്ധം ഉണ്ടാകും. കപ്പ പുഴുങ്ങുമ്പോൾ ഉണ്ടാകുന്നത് പോലെയോ വാടിയ ശീമക്കൊന്നയുടെ ഇലകൾക്കുള്ളതുപോലെയോ ഒക്കെയുള്ള ഒരു മണം. ഈ മണം അനുഭവിക്കുമ്പോഴാണ് പാമ്പ് വാ പൊളിച്ചതുപോലെ എന്നൊക്കെ നാട്ടുമ്പുറത്തുള്ളവർ പറയുന്നത്. എന്നാൽ പാമ്പിന്റെ വായയ്ക്ക് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. പാമ്പുകളുടെ കാഷ്ടത്തിന് ഏകദേശം കോഴിക്കാഷ്ടത്തിന്റെ മണമെന്നാണ് പാമ്പുമായി അടുത്തിടപഴകുന്നവർ പറയുന്നത്. ഇനി കണ്ട പാമ്പ് ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെ അറിയാം? വ്യക്തമായ അടയാളങ്ങളൊന്നും ഇല്ലെങ്കിലും മിക്കവാറും ഇനങ്ങളിൽ പെൺപാമ്പ് ആൺപാമ്പിനേക്കാൾ വലുതായിരിക്കും. എങ്കിലും കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ പാമ്പിന്റെ വിസർജ്യ ദൂരം കഴിഞ്ഞുള്ള വാലിന്റെ ഭാഗം ശ്രദ്ധിക്കണം. ആൺപാമ്പിന് പെൺപാമ്പിനേക്കാൾ കട്ടിയുള്ളതും നീളമുള്ളതുമായ ഒരു വാൽഭാഗം വിസർജ്യ ദൂരം കഴിഞ്ഞുണ്ടാകും. പാമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.